നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിന് പ്രതീക്ഷയുമായി യു.എ.ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം കോവിഡ്-19 വാക്സിൻ സ്വീകരിക്കുകയുണ്ടായി. കോവിഡ് രോഗത്തിൽ നിന്ന് എല്ലാവർക്കും സംരക്ഷണം നൽകണമെന്നും രോഗം ബാധിച്ചവർ വേഗത്തിൽ രോഗമുക്തരാവണമെന്നും പരമകാരുണ്യവാനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ഷെയ്ഖ് മുഹമ്മദ് കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ച ശേഷം ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. വൈറസിനെതിരായ വാക്സിൻ കണ്ടെത്തുന്നതിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ആരോഗ്യരംഗത്തുള്ളവരെ ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിച്ചു. യു.എ.ഇ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഖ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരത്തെ കോവിഡ്-19 വാക്സിൻ സ്വീകരിച്ചിരുന്നു. കൂടാതെ വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ, ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രി അബ്ദുൽ റഹ്മാൻ അൽ ഉവൈസ്, ദേശീയ അടിയന്തര നിവാരണ വിഭാഗം ഡയറക്ടർ ജനറൽ ഉബൈദ് അൽ ഷംസി, സാംസ്കാരിക യുവകാര്യ മന്ത്രി നൗറ അൽ കാബി, എക്സിക്യൂട്ടീവ് അംഗവും അബുദാബി എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരാണ് ഇതിനകം വാക്സിൻ സ്വീകരിച്ച മറ്റു പ്രമുഖർ. ചൈനീസ് കമ്പനിയായ സിനോഫാം വികസിപ്പിക്കുന്ന വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലാണ്. മലയാളികളടക്കം 31,000-ലേറെ പേരാണ് വാക്സിൻ പരീക്ഷണത്തിന് തയ്യാറായിട്ടുള്ളത്. ഇതുവരെ എല്ലാവരും സുരക്ഷിതരും ഫലം ശുഭപ്രതീക്ഷ നൽകുന്നതുമാണ് എന്ന് അധികൃതർ പറഞ്ഞു. കോവിഡ് മുന്നണി പോരാളികൾക്കാണ് ഇതിനകം വാക്സിൻ എടുത്തിട്ടുള്ളത്. ചില ഉന്നത ഉദ്യോഗസ്ഥരും വാക്സിൻ സ്വീകരിച്ചു. റഷ്യയുടെ കോവിഡ് വാക്സിനായ സ്പുട്നിക്കിന്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിന് യു.എ.ഇ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.